പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. വലിയ ബർക്കത്തുള്ള മാസമാണ്. അല്ലാഹു ആദരിച്ച 4 മാസങ്ങളുണ്ട്. ആ 4 മാസങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മഹത്തായ ഒരു മാസമാണ് ഷഹ്റുല്ലാഹി റജബ്. റജബ് മാസം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനു ശരീഫിന് ഒരുങ്ങാനുള്ള ആദ്യത്തെ മാസമാണ് റജബ് മാസം. അല്ലാഹുവിന്റെ മാസമാണ്. 5 വഖ്ത് നിസ്കാരങ്ങളിലും നാം ദുആ ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം. റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകണം. ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണം. ഞങ്ങളുടെ മഈശത്തിൽ ബർക്കത്ത് നൽകണം. ഞങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണം. ഞങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് നൽകണം. നമ്മുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണം. ബിസിനസ്സുകളിൽ ബർക്കത്ത് നൽകണം. കൃഷികളിൽ ബർക്കത്ത് നൽകണം. തോട്ടങ്ങളിൽ ബർക്കത്ത് നൽകണം. വാഹനങ്ങളിൽ ബർക്കത്ത് നൽകണം. നീ തന്ന സർവ്വത്തിലും നീ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം. വബല്ലിഗ്നാ റമളാൻ. പരിശുദ്ധമായ റമളാനു ശരീഫ് ഞങ്ങളിലേക്ക് എത്തിച്ചു തരണം എന്ന് 5 വഖ്ത് നിസ്കാരങ്ങളിലും നാം കേൾക്കുന്ന, നാം ചെയ്യുന്ന ഒരു ദുആയാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. മഹത്വം നിറഞ്ഞ ഒരു മാസമാണ് റജബ് മാസം. ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റജബ്. ശഹ്റുൽ ഇസ്തിഗ്ഫാർ. ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ശഹ്രി റജബ്. റജബ് മാസത്തിലെ ധാരാളം ഇസ്തിഗ്ഫാറുകൾ നാം ചൊല്ലണം. റമളാനു ശരീഫിലേക്ക് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, നാം ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് പരിശുദ്ധമായ റമളാനു ശരീഫിനെ നാം സ്വീകരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റമളാനിലേക്ക് നാം ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, റജബിൽ നാം പ്രത്യേകമായി ചൊല്ലേണ്ട അദ്കാറുകള് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ദിക്റാണ് മനിസ്തഗ്ഫറല്ലാഹ ഫീ റജബിൻ 70 മറ. റജബ് മാസത്തിൽ ഒരാൾ 70 പ്രാവശ്യം ബിൽ ഗദാതി, രാവിലെയും വൈകുന്നേരവും 70 വട്ടം ചൊല്ലിയാൽ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന ചെറിയ ദിക്ർ ചൊല്ലിയാൽ ഫൈദാ ബലഗ തമാമ, അങ്ങനെ 70 പൂർത്തിയായി. പിന്നെ തമാമ 70 മറ, 70 പൂർത്തിയായാൽ 2 കൈയും ഉയർത്തി, റഫഅ യദൈഹി, അവന്റെ 2 കൈ ഉയർത്തി, ഖാലവൻ പറഞ്ഞു അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ എന്ന ദിക്ർ ചൊല്ലിയാൽ വലാ തമസ്സുഹുന്നാർ, അവൻ നരകത്തിൽ കിടക്കൂല, അവന്റെ ശരീരം നരകം സ്പർശിക്കൂല. ബറക്കത്ത് റജബ്, റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ചെറിയ ദിക്റാണ് അല്ലാഹുസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന ദിക്ർ 70 വട്ടം രാവിലെയും വൈകുന്നേരം ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. നരകത്തിൽ നിന്ന് നാം രക്ഷപ്പെടും. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ഒരു ഹദീസിൽ കാണാം മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ തന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, നിർബന്ധമാക്കിയാൽ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അവന്റെ
അവന്റെ ജീവിതത്തിലുള്ള എല്ലാ ഹമ്മുകളിൽ നിന്നും, എല്ലാ ടെൻഷനുകളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. എല്ലാവിധ കുടുക്കുകളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവര് ഒരു കുടുക്കിലും ഒരു കെണിയിലും പോയി പെടൂല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്കുള്ള പ്രത്യേകത എന്താണ്, മഹത്വം എന്താണ്? വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു അവനിക്ക് സമ്പത്ത് നൽകും, റിസ്ക് നൽകും, ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു അവനിക്ക് നൽകും. വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കും, സ്വാലിഹീങ്ങളായ മക്കളെ നൽകും, സമ്പത്ത് നൽകും, ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവൂല. എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ടല്ലേ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 1000 വർഷക്കാലം 900 വർഷത്തോളം പ്രബോധനം ചെയ്ത ഒരു പ്രവാചകനല്ലേ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട്, തന്റെ ആളുകളോട് പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ റബ്ബിനോട് ഖേദിച്ച് മടങ്ങുക. അല്ലാഹു എല്ലാ ദോഷങ്ങളെയും പുറത്തു തരുന്നവനാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് അല്ലാഹു മഴ നൽകും. ആ മഴ ഭൂമിയിലേക്ക് എത്തിയാൽ ഭൂമിയിൽ കൃഷികൾ ഉണ്ടാകും, പച്ചക്കറികൾ ഉണ്ടാകും, തോട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അതോടെ അല്ലാഹു നൽകും. അതേപോലെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുഴ നൽകും. പുഴകളും തോട്ടങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ദുന്യവിയായ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറാൻ, ദാരിദ്ര്യം നീങ്ങാൻ, കഷ്ടപ്പാടുകൾ നീങ്ങാൻ, പ്രയാസങ്ങൾ നീങ്ങാൻ, കടങ്ങൾ വീടാൻ ഇസ്തിഗ്ഫാർ നാം ചൊല്ലിക്കോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളായ അടിമകളെ അടയാളങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ബിൽ അസ്ഹാരി യസ്തഗ്ഫിറൂൻ. അവർ അത്താഴ സമയത്ത്, പാതിരാ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ. അക്കൂട്ടത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റജബിനെ നാം ബഹുമാനിക്കണം. അക്രിമൂ റജബ് യുക്രിമുകുമുല്ലാഹു അൽഫ ഖറാമ. റജബ് മാസത്തെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അല്ലാഹു 1000 ബഹുമതികൾ നൽകുമെന്ന് മഹത്തുക്കൾ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റജബിലെ ആദ്യത്തെ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. നാം ഉപയോഗപ്പെടുത്തണം. ധാരാളം ദുആകൾ ചെയ്യണം. കരഞ്ഞുകൊണ്ട് റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. ദിക്റുകൾ വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ അധികരിപ്പിക്കണം. സ്വലാത്തുകൾ അധികരിപ്പിക്കണം. റമളാൻ ശരീഫിന് നാം ഒരുങ്ങണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ റജബിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വേദനകളും അല്ലാഹു ശിഫ നൽകട്ടെ. ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.